അന്തോനും മേരിയാണ് ഷെയറിംഗ് ആണ്. അതുകൊണ്ട് ഭയങ്കര ഷെയറിംഗ്. പക്ഷെ എനിക്ക് ഇതിൽ മാത്രം ഇല്ല. എല്ലാം കൂടി സാധനങ്ങൾ തന്നെ വേദുവിന് വേണം. വേദു ഇത് മതിയോ? മതിയോ? വാ പോവാന്നാ, വാ അത് മതി, വാ. കണ്ടോ കണ്ടോ എന്നറിയാം. പൈസ കൊടുക്ക്. എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. എല്ലാം ജെഫ്രിയാ നോക്കുന്ന കേട്ടോ, എല്ലാ ചെലവും. ഇത് പെർഫെക്റ്റ് ആണ്. 3 റൂമുണ്ട്. അപ്പം 3 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ജെഫ്രിന്റെ റൂം ജെഫ്രിൻ ചെയ്യും, അന്തുന്റെ റൂം അന്തു ചെയ്യും, നമ്മുടെ റൂം പ്രിയ ചെയ്യും. എല്ലാവർക്കും ഉണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഒക്കെ ജെഫ്രി അന്തുനെ കാണിക്കണ്ട. ഞാൻ കാണിച്ചു പെരിയാർ വ്യൂ, സ്റ്റണ്ണിങ്. അതല്ലാതെ പെരിയാറിന് തീരത്തിരുന്ന് അപ്പുറത്തെ ഫോറസ്റ്റ്, ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം. അപ്പോൾ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഹൗസ് ബോട്ടിൽ അങ്ങനെ ഇറങ്ങുവാണ് ഞങ്ങളുടെ അടുത്ത ഒരു സ്ഥലത്തേക്ക്. വി ആർ ഗോയിങ് ടു ദ മൗണ്ടൻസ് ആൻഡ് കുറച്ചെങ്കിലും തണുപ്പുണ്ടായാൽ മതിയായിരുന്നു. ആക്ച്വലി ഇപ്പോഴും കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് ആ സ്ഥലം എവിടെയാണ്. അന്തുവിൻ്റെ കസിൻ്റെ സ്ഥലമാണ്. സോ അത് ട്രീ ഹൗസ് ഒക്കെയാണ്. സോ ഇറ്റ്സ് ഗോയിങ് ബി വെരി എക്സൈറ്റിംഗ്. ആൻഡ് പീരിമേഡാണോ വാഗമൺ ആണോ ഫുൾ കൺഫ്യൂഷൻ. എന്തായാലും അവിടെ എത്തിയിട്ട് പറയാം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങുവാണ്. ആൻഡ് ജെഫ്രിനും റെഡിയാണ് അല്ലേ? റെഡിയാണ്. ആൻഡ് ഇനിയിപ്പം പ്രിയയും വേദും ഒക്കെ ഇറങ്ങണം. അപ്പോൾ ഞാൻ ഒന്ന് പോയി ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് റെഡി ആയിട്ട് വരാം. ഇനി ഇവിടുന്ന് ഒരു 3.5 hours ട്രിപ്പ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഏതെങ്കിലും നല്ല റെസ്റ്റോറൻറ്റിൽ നിർത്തണം. എന്തായാലും ഇറ്റ്സ് ഗോയിങ് ബി ഫൺ. അവിടെ 2 ദിവസം ഉണ്ട്. അപ്പോൾ ഇത് ഇറങ്ങുന്നതിന് മുമ്പ് ഇപ്പം എൻ്റെ ഫേസിൽ ചെറുതായിട്ടൊക്കെ ഇത് കുരുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ഇത് ഇവിടെയൊക്കെ കണ്ട കുരുക്കളുണ്ട്. അത് വേറൊന്നുമല്ല, സ്വീറ്റ്സ് ഒരുപാട് കഴിച്ചാൽ എനിക്ക് പെട്ടെന്ന് കുരു വരും. അപ്പോൾ ഞാൻ പ്രിയയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ബോറോ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഭയങ്കര ഒരു റേജ് ആണ്. വേൾഡ് മൊത്തം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നിയാസിനമൈഡ് സിറം എന്ന് പറയും. ഇത് ആക്ച്വലി ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് വൈറ്റമിൻ B3 ആണ്. ഇതിൽ ആക്ച്വലി വൈറ്റമിൻസ് ഒക്കെ ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇതിൽ ഈ ഒരു ബോട്ടിലുള്ള ഒരു വൈറ്റമിൻ B3 കണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ക്ലോസ് ടു അറൌണ്ട് 300 അവോക്കാഡോസിലുള്ള അത്രയും വൈറ്റമിൻ B3 ഉണ്ട്. ആൻഡ് ഇത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ആക്നെ, ഈ കുരുകൾ ഒക്കെ മാറ്റാൻ, അല്ലെങ്കിൽ കുരുക്കൾ വന്നു കഴിഞ്ഞിട്ടുള്ള മാർക്ക് മാറ്റാനും അതിനൊക്കെയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ആൻഡ് ക്ലിനിക്കൽ സ്റ്റഡീസിൽ വരെ ഇറ്റ്സ് ഫൗണ്ട് വെരി ഇഫക്റ്റീവ്. അപ്പോൾ ഇതിൽ വേറെ ഒരു ഹീറോ ഇൻഗ്രീഡിയൻറ്റ് സിങ്ക്. ആക്ച്വലി സിങ്ക് ഹെൽപ്സ് ഇൻ റെഗുലേറ്റിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് സീബം ആൻഡ് ഓൾസോ ഹെൽപ്സ് ഇൻ റെഡ്യൂസിങ് ദി സിവിയാരിറ്റി ഓഫ് ആക്നെ. ആൻഡ് ഈ ഡെർമക്കോ ഇസ് എ വെരി ഓണസ്റ്റ് കമ്പനി. കാരണം ദേ ആക്ച്വലി റിവീൽ how much is the active percentage of ingredients in their product, and ഇതിൽ 10% clean ആയി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ all their ingredients are science based ingredients, so it's very safe to use. And actually Dermaco really believes in loving your skin and living life without filters. So ഇതൊക്കെ കൊണ്ട് ആക്ച്വലി I have also found the product very effective, and നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുമാത്രമല്ല പ്രിയ ഉപയോഗിച്ചിട്ട് ബ്രേക്ക് നല്ല റിസൾട്ട് ഉണ്ട്. അപ്പോൾ കുപ്പി കുറച്ച് ആയിട്ടുണ്ട്, കുറച്ച് ഇതിപ്പോൾ പകുതിയേ ഉള്ളൂ. ഉപയോഗിക്കുന്നത് വളരെ എളുപ്പമാണ്. ഫസ്റ്റ് you got to wash, നന്നായി ഫേസ് വാഷ് ചെയ്യുക, എല്ലാ പോസ് ഒക്കെ അൺക്ലോഗ് ചെയ്യുക ആൻഡ് നന്നായി വാഷ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇത് രാവിലെ ഉപയോഗിക്കുക, രാത്രി ഉപയോഗിക്കുക. യു ക്യാൻ യൂസ് ഇറ്റ് either as a AM or PM. പക്ഷേ AM ഉപയോഗിക്കുമ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഇടുക. ഇടുന്ന വളരെ എളുപ്പമാണ്. നമുക്കൊരു ക്യാമറമാൻ ആവശ്യമുണ്ട്. പിടിച്ച 1000 രൂപ കേട്ടോ. 1000 രൂപ ജെഫ്രിക്ക് ക്യാമറ എടുക്കുന്നതിന്. ജസ്റ്റ് ഇതിൽ ഡ്രോപ്സിൽ എടുക്കുക, വെറും ഒരു 3 drops. മേക്ക് ഷുവർ ഇറ്റ് ഡസൻറ്റ് ടച്ച് അവർ പാം, കാരണം ഇൻഫെക്ഷൻ ഒന്നും ആവരുത്, നല്ല ഹൈജീനിക് ആക്കി ഇടണം. 3 drops മതി. 1 2 3 3 drops മതി. ഇത് സേഫ് ആയിട്ട് തിരിച്ച് വെക്കുക. ആൻഡ് ഇതൊന്ന് ഫേസിൽ നന്നായി അപ്ലൈ ചെയ്യുക. ഇത്രേ ഉള്ളൂ. ശരിക്കും നിങ്ങളുടെ ആക്നെ മാർക്സ്, കുരു ഉണ്ടെങ്കിലും കുരുയുടെ മാസ്ക് ആണെങ്കിലും എല്ലാം, കുരുവിൻ്റെ മാർക്സ് ആണെങ്കിലും എല്ലാം ഡിസപ്പിയർ ചെയ്യും. ഇറ്റ്സ് റിയലി ഇഫക്റ്റീവ്. പ്രിയക്ക് ഭയങ്കര ഇഫക്റ്റീവ് ആണ്. ഞാൻ ഇപ്പം ഇന്നലെ തൊട്ട് ഉപയോഗിച്ച് തുടങ്ങിയുള്ളൂ. സോ അതാണ് കിട്ടുന്ന സാധനമാണ്. ജസ്റ്റ് ഇത്രേ ഉള്ളൂ. ഇതിന് സൺസ്ക്രീൻ ഇട്ടിട്ടേ വെളിയിൽ പോകാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ നിയാസിനമൈഡ് സിറം എന്ന് പറയും. ഡെർമാക്കോ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ആൻഡ് ഇറ്റ് ഇസ് ഡിസൈൻ ബൈ ഡെർമറ്റോളജിസ്റ്റ് ഓൾസോ. സോ സ്കിൻ കെയർ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിന് വഴിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ്സ് റിയലി ഗുഡ്. പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്. സോ വേറെ ഒന്നും നോക്കാനില്ല. പക്ഷേ എപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു പാച്ച് ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതിൽ വല്ല ഇൻഗ്രീഡിയൻസ് അലർജി ഉണ്ടോ എന്ന് അറിയാം. ആൻഡ് ഇതിൻ്റെ ബാക്കി ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. ഞാൻ ബാക്കിയുള്ള ലിങ്ക്സും ഡീറ്റെയിൽസ് ഒക്കെ അടിയിലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ സ്കിൻ ഇഷ്യൂസ് ആണെങ്കിൽ ഈ പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞങ്ങൾ വിടട്ടെ, ലേറ്റായി. അപ്പോൾ കാണാമല്ലോ.
ഇനി അടുത്ത മാപ്പ് ഇടാ, അടുത്ത സ്ഥലത്തേക്ക് പോവാ. അന്ന ഇടയ്ക്ക് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ്. ആ പിന്നെ ഒന്നുമില്ല, കയറി ജെഫ്രി. ദിയ ബൈ, നമുക്ക് അടുത്ത ഫുഡ് സ്ഥലത്ത് വെച്ച് കാണാം. ആ താഴെയൊക്കെ കിടക്കുന്നു. ആ സമ്മതിക്കരുത് കേട്ടോ, ഒന്നും സമ്മതിക്കരുത്. ബൈ, കാണാപ്പോ നമുക്ക് അടുത്ത ലഞ്ച് ബ്രേക്കിന് കാണാം. ബൈ. ഹായ് ഗൈസ്, അപ്പോൾ ഞങ്ങൾ ലഞ്ച് ബ്രേക്കിന് എത്തിയിരിക്കുന്നത് സ്ഥലം ഏതാ? അതല്ല, ഏരിയ കാലിക്കറ്റ് കിച്ചൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. എനിക്ക് തോന്നുന്നു സമ്മേർ നിയർ എവിടെയാ ഇത്? പൊൻകുന്നത്താണ്. ആൻഡ് എനിക്കൊന്ന് ഇവിടെ മെയിൻ സംഭവം കാലിക്കറ്റ് എന്ന് കേൾക്കുമ്പോൾ ബിരിയാണി തന്നെ ആയിരിക്കുമല്ലോ. സോ ബിരിയാണി കഴിക്കാം, നമുക്ക് ബിരിയാണി തന്നെ ഓർഡർ ചെയ്യാം. ദിയത് ഫുഡ് ഗുഡ്കൾ പോലെ കഴിക്കുന്നുണ്ട്. ഏത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റേ ഉള്ളൂ. ദിയ ഉറങ്ങുമായിരുന്നോ? വേദ് കഴിക്കണേ ദിയനെ പോലെ കേട്ടാ. അന്തു ബിരിയാണിയാണോ? അന്തുവിനെ ഡയറ്റ് അല്ലേ? കുഴപ്പമില്ലേ? ഡയറ്റ് ആണെങ്കിൽ ചപ്പാത്തി, ആ സാലഡ് മാത്രം. ആ ആ അന്നിന് വേണമെങ്കിൽ പ്ലെയിൻ സാലഡ്. ജെഫ്രിൻ വരട്ടെ, ജെഫ്രിനോട് അഭിപ്രായം ചോദിക്കാം. അപ്പം റൈസാ? അതെ, അന്തോന്ന് സാലഡ് മാത്രം മതി. ഇത് പറഞ്ഞിട്ടല്ലേ? എന്തൊരു അനുസരണമുള്ള ക്ലയന്റ്. ബിരിയാണിയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ജെഫ്രി ബിരിയാണിയിൽ മുട്ടയില്ലല്ലോ. ജെഫ്രി മുട്ട വേണമായിരുന്നു. ഞാൻ മട്ടൻ ബിരിയാണി, ബാക്കി പ്രിയക്ക് മട്ടൻ, അന്തൂന് ബിരിയാണി ഷെയറിംഗ് ആണ്. ആ ഷെയറിംഗ് ഇസ് കെയറിംഗ്, അതുകൊണ്ട് ഭയങ്കര ഷെയറിംഗ്. പക്ഷെ എനിക്ക് ഇതിൽ മാത്രം ഇല്ല. എന്തായാലും ഫുഡ് ഷെയർ ചെയ്യുന്നതായിരിക്കില്ല. പ്രിയയുടെ ബാക്കിയൊന്നും ഞാൻ കഴിക്കാം, പക്ഷെ എന്റെ പ്രിയക്കാൻ കൊടുക്കില്ല. തുടങ്ങാലപ്പോ? ഞാൻ തുടങ്ങിട്ടോ, സോറി. അന്തുവിന്റെ സ്നേഹം കൂടിയിട്ട് നേരിയാനായിട്ട് ബിരിയാണി ഷെയറിംഗ് ആണ്. പെട്ടെന്ന് ഓഫ് ചെയ്യാനോ പറയണത്. ഈ മോക്ടെയിൽസ് ഒക്കെ കാട്ടി മറ്റേ മോനിനോ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ നാച്ചുറൽ മോക്ടെയിൽസ് അടിപൊളിയാണ്. അതിൽ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് തിങ്, നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ട്രൈ ചെയ്യേണ്ടത് പൈനാപ്പിൾ ലൈം. നല്ല തിക്ക് പൈനാപ്പിളും ലൈമും എല്ലാം കൂടെ അടിച്ച് വരുമ്പോൾ ഭയങ്കര റിഫ്രഷിങ് ഡ്രിങ്കാണ്. ഡൈജഷനും നല്ലതാണ്. നമുക്കൊക്കെ പറ്റിയ സാധനമല്ലേ ജെഫ്രി? ഡൈജഷനും റിഫ്രഷിങ്ങും. ഇത് കഴിഞ്ഞിട്ടപ്പോൾ അടുത്ത മീലിന് വീണ്ടും വേഗം റെഡി ആവാം. അത്രയും അടിപൊളി സാധനമാണ്. ജെഫ്രിൻ്റെ ബിരിയാണിയൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞു, എന്നിട്ടും ജെഫ്രിൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മെഴുകും കേട്ടോ. ഞാൻ ഫുഡ് മെഴുകും, ഭയങ്കരമായിട്ട് വരും. എങ്ങനെയോ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വേദു ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടു. ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഇവൻ്റെ കണ്ണിൽ ഇതൊക്കെ പെടുന്നത്. ഇപ്പോൾ എന്നെ അങ്ങോട്ട് വലിച്ചുകൊണ്ട് പോകാം. ഇനി അത് വാങ്ങിയില്ലെങ്കിൽ കാറിലിരിക്കില്ല, കരച്ചിലായിരിക്കും. എന്തെങ്കിലും ചെറുത് വാങ്ങണം. വേദു ടോയ് ചെറുത് എന്തെങ്കിലും എടുത്താൽ മതി കേട്ടെന്നാ. ഞാൻ എല്ലാ പണിയും നോക്കി. ഇതേ ഹോട്ട് വീൽസ് എടുത്ത് നോക്കി, സമ്മതിക്കുന്നില്ല. ആദ്യമേ ഇത് വന്ന് നോക്കിയെന്ന് പറയും. അത് കഴിഞ്ഞ് ബോള്, അതും ആദ്യമേ എടുക്കും, പക്ഷെ അത് എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ സമ്മതിക്കില്ല. അതിനെന്താ സാധനം എന്നാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാലോ? അവെഞ്ചേഴ്സിലെ ക്യാപ്റ്റൻ അമേരിക്ക. എല്ലാം കൂടി സാധനങ്ങൾ തന്നെ വേദുവിന് വേണം. വേദു ഇത് മതിയോ? വാ പോവാന്നാ, വാ അത് മതി, വാ. കണ്ടോ എന്നറിയാം, അത് തന്നെ വേണോ അവന്. കണ്ടോ? പിടിക്കണ്ട, തന്നെ പോയിക്കോളൂ. വേദു വിട തന്നെ. ഇനിയിപ്പം ഇത് വാങ്ങിയില്ലെങ്കിൽ ഞാൻ ഫുൾ ബഹളമായിരിക്കും. അപ്പം എന്തായാലും വാങ്ങിയേ പറ്റൂ. ആ അപ്പം അതെടുത്തോ. ഓക്കെ, അമ്മനെ കാണിക്കും. ഞാൻ അവിടെ പോയേ ചെറിയ കാറും മറ്റേ ബോളൊക്കെ എടുത്തു കൊടുത്തു. ഇതിന് അവന് ക്യാപ്റ്റൻ അമേരിക്ക തന്നെ വേണം. അതൊക്കെ തരും, തിരിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. പോയേട്ടാ, 1000 രൂപ പോയി. അതെ അത് കഴിച്ചു, അതുകൊണ്ടാണ് വാങ്ങിയത്. അത്യാവശ്യം ഭയങ്കര അത്യാവശ്യമായിട്ട് ഞങ്ങൾക്കൊരു പിറ്റ് സ്റ്റോപ്പ് എടുക്കേണ്ടി വന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് ഐസ്ക്രീം കഴിക്കാൻ ക്രേവിങ്. ചൂടുകൊണ്ടായിരിക്കും, ഹിമാലയാസൊക്കെ വന്നതല്ലേ. അതുകൊണ്ട് എല്ലാവരും നിർത്തി ഭാഗ്യത്തിന്. പിന്നെ ഫുഡ് ഡിഫറൻസ് ആകുമ്പോൾ അതാണ് കുഴപ്പം. ഫുഡിന് വേണമെങ്കിൽ എവിടെ ഉണ്ടെങ്കിൽ നിർത്തും. എനിക്ക് ഷോർമ ഇപ്പോൾ വേണ്ട. എൻ്റെ ജെഫ്രി ഉണ്ടോ എവിടെ?
ഓ ഒന്ന് കയറി നോക്കണം. എന്തെങ്കിലും വേദുവിന്റെ ക്രീം വാങ്ങണം മമത്തിന്റെ. അപ്പോൾ ജെഫ്രി ഐസ്ക്രീം കിട്ടി കേട്ടോ. ഐസ്ക്രീം എല്ലാം ഉണ്ട്. എനിക്ക് ട്രൈക്കോൺ മതി. എനിക്ക് ബട്ടർ സ്കോച്ച് മതി. സാധാരണ ചോക്ലേറ്റ് ആണ്, പക്ഷെ ട്രൈക്കോൺ ടേസ്റ്റ് ബട്ടർ സ്കോച്ചാ. ഭയങ്കര ടേസ്റ്റിയാ. അപ്പൊ നന്നായി എടുത്താ ജെഫ്രീനും. ഓക്കെ, പൈസ കൊടുക്ക്. എന്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ. എല്ലാം ജെഫ്രിയാ നോക്കുന്ന കേട്ടോ, എല്ലാ ചെലവും. നിങ്ങൾ അമൂലിന്റെ ട്രൈക്കോൺ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും പോയി ട്രൈ ചെയ്യാം. എല്ലാവർക്കും ബിസിനസ് ഉണ്ടാക്കി കൊടുക്കാനാണ് എൻ്റെ പരിപാടി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ടേസ്റ്റാണ്. ബട്ടർ സ്കോച്ച് തന്നെ. അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ചോക്ലേറ്റിന്റെ പോർഷൻ ഉണ്ട്. അതിനുവേണ്ടിയാണ് ഈ ഫുൾ കോൺ ഞാൻ കഴിക്കുന്നത്. തണുപ്പ് ചൂടത്ത് എങ്ങനെയുണ്ട് ഐസ്ക്രീം? തണുപ്പ് കഴിക്കാൻ പാടില്ല, വളരെ നല്ലതുണ്ട്. കുഴപ്പമില്ല. അന്ന് മാംഗോ ബൈറ്റ് മേരിയാനൊന്നും വേണ്ട. ആ മേരിയാനും കോണ എടുത്ത് പ്രിയ കഴിക്കില്ല. പക്ഷെ പ്രിയ വെയിലായതുകൊണ്ട് കാറിൽ നിന്ന് ഇറങ്ങത്തുമില്ല. അപ്പോൾ ഗൈസ്, നമ്മളൊരു കിഡിലെ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഞാൻ അങ്കമാലിയിലെ ഒരു ഹിഡൻ ഹോം സ്റ്റേ കാണിച്ചില്ലേ? ഐ ഫീൽ ദിസ് ഈസ് ഓൾസോ വെരി ഹിഡൻ ഹോം സ്റ്റേ. എനിക്ക് തോന്നുന്നില്ല വേറെ ആരും വ്ളോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്കമാലിയിൽ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഇതും കണ്ടുപിടിച്ച് വന്നതാണ്. ഉള്ളി 3 ട്രീ ഹൗസസ് അത് ഞാൻ ആദ്യമേ കാണിക്കട്ടെ. ഇറ്റ്സ് കോൾഡ് നോവാസ് നെസ്റ്റ്. ഇത് വണ്ടിപ്പെരിയാറാണ്. ആൻഡ് ഇപ്പോൾ തേക്കടീനൊക്കെ കാട്ടി മച്ച് മോർ സെക്ലൂഡഡ് ഏരിയ ഇതാണ്. ജസ്റ്റ് സീ വേർ ഇറ്റ് ഇസ്. റൈറ്റ് പെരിയാർ തീരത്താണ്. ഒരു സാമ്പിൾ കോട്ടേജ് ഇത് നിങ്ങൾക്ക് അവിടെ കാണാം. കണ്ട ട്രീ ഹൗസ് അതുപോലത്തെ 3 എണ്ണം ഉള്ളൂ. സോ ഇമാജിൻ ദ ലെവൽ ഓഫ് പ്രൈവസി. നോവാസ് നെസ്റ്റ് എന്നാണ് പേര്. എന്തായാലും പ്രിയാസ് റൂം ടൂറൊക്കെ കാണിക്കട്ടെ, കാരണം ഇരുട്ടാവാറായി. പക്ഷേ റോഡ്സ് അടിപൊളിയായിരുന്നു. നമ്മളിപ്പം ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. റോഡ്സ് അടിപൊളിയായിരുന്നു, ഒരു വിഷയമില്ലായിരുന്നു. ആൻഡ് ആബ്സല്യൂട്ട്ലി ബ്യൂട്ടിഫുൾ ആൻഡ് സൈലന്റ് ആൻഡ് ബ്യൂട്ടിഫുൾ. എക്സൈറ്റഡ് ടു ഷോ റൂം ടൂർ. എന്തായാലും എന്ത് സൈലന്റ് കാമായിരിക്കും ഇന്ന് രാത്രി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതുപോലെ ലാംപ്സും ലാൻറ്റേൺസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾ 2 നൈറ്റ്സ് ഉണ്ട് ഇവിടെ. അത് കണ്ട പെരിയാറാണേ, പെരിയാർ റിവറാണ്. ഐസ്ക്രീം നോക്കണ്ട, അത് പ്രിയ ഫുള്ള് കഴിച്ചില്ല. പക്ഷെ ഞാൻ കളയാൻ പറഞ്ഞ് ഞാൻ കളഞ്ഞില്ല, ഞാൻ കൊണ്ടുവന്നു. കയറി വരുമ്പോൾ തന്നെ എന്തൊരു ഫുൾ ഒരു എർത്ത് തീമിലാണ് അവർ ചെയ്തിരിക്കുന്നത്, എർത്ത് ആൻഡ് നേച്ചർ. അപ്പോൾ എന്തായാലും പോവാം. പ്രിയക്ക് അവിടെ വെയിറ്റ് ചെയ്യാം റൂം ടൂർ ചെയ്യാൻ. പ്രിയ ഭയങ്കര എക്സൈറ്റഡ്. എന്നെ 2-3 തവണ വിളിച്ചു ലൈറ്റ് പോകുന്നതിന് മുമ്പ് വന്ന് റൂം ടൂർ ചെയ്യാൻ പറഞ്ഞ്. കണ്ട എല്ലായിടത്തും ഇതുപോലെ ലാൻറ്റേൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഭംഗിയാണ്. ബീറ്റിൽസിന്റെ ഫാനാന്ന് തോന്നുന്നു എൻ്റെ ഓണേഴ്സൊക്കെ. ഇത് പെർഫെക്റ്റ് ആണ്. 3 റൂമുണ്ട്. അപ്പം 3 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാം. ജെഫ്രിന്റെ റൂം ജെഫ്രിൻ ചെയ്യും, അന്തുവിന്റെ റൂം അന്തു ചെയ്യും, നമ്മുടെ റൂം പ്രിയ ചെയ്യും. അവരെല്ലാവരും ഇരിക്കുന്നുണ്ട്. ജെഫ്രി റൂം ടൂർ ചെയ്തോണം കേട്ടല്ലോ. ആ, അപ്പോൾ വെൽക്കം ടു ജെഫ്രീസ് റൂം ടൂർ. ഒരു ആരോഗ്യം തളർന്ന ഒരു ഐസ്ക്രീം ഒന്നും കിട്ടാത്ത പോലെയാണല്ലോ. വേദവും വരുന്നുണ്ട്. അപ്പൊ കുറച്ച് പതുക്കെയാണ് റൂം ടൂർ നടക്കുള്ളൂ. ബാ വേദു, ബാ എടുക്കട്ടെ അങ്കിള്. വേദു ആൻഡ് ജെഫ്രീസ് റൂം ടൂർ. പോ, നടന്നോ. പ്രിയ എത്തിക്കാം. അപ്പോഴേക്ക് ഞങ്ങൾ എത്തിക്കോളാം. പ്രിയ ഏറ്റവും മുകളിൽ വരെ പോണല്ലോ. ഓ ജെഫ്രി മറ്റേ നേരെ ഇവിടെ അടുത്ത് ചാടിയ പെരിയാറിലേക്ക് പോവല്ലോ. വ്യൂ ഓ ഇവിടൊക്കെ ഇരുന്ന് ബേർഡ് വാച്ചിങ് ഒക്കെ ചെയ്യാല്ലേ. ഓ ജെഫ്രിയുടെ പ്രൈവറ്റ് ഡൈനിങ് ഏരിയ. പക്ഷെ 2 ചെയർ. അതെ, നിങ്ങളിപ്പോ ആരെങ്കിലും ജെഫ്രിയുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ജെഫ്രിക്ക് ഇവിടെ കമ്പനി കൊടുക്കാറില്ല. വേഗം ജെഫ്രിന് ആരെങ്കിലും ലൈൻ അടിച്ചോ കേട്ടാ. ഹായ് ഹായ്. ഭയങ്കര വ്യൂ. ഓ ഒരു രക്ഷയില്ല. റൂം കാണണം. ഇവിടെ വാഷ് ബേസിൻ എല്ലാം ഉണ്ടല്ലോ വെളിയിൽ. ഓ ഇതൊക്കെ രാത്രി നല്ല ആംബിയൻസ് ആയിരിക്കും. മുറി കിടക്കണല്ലോ, പുറത്തിരിക്കണുള്ളൂ. ഞങ്ങളും വരാം. വേണ്ട, ആരും വരണ്ട. ഓ അടിപൊളി. ഓ ആ കവുവിന്റെ തലയുണ്ട്. എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എല്ലാ ഫെസിലിറ്റീസും ഫുൾ ഗ്ലാസ് ആണ്. അപ്പൊ പനോറമിക് വ്യൂ ആണ്. AC ഇല്ല, പക്ഷെ ആവശ്യമില്ല. നല്ല തണുപ്പാണ് ഇതിന്റെ അകത്ത്. ഓ ഇത് കണ്ടോ, സ്റ്റഫ്ഡ് ഡിയർ പോലെയൊക്കെ. ഇതൊക്കെ വേദന ഇഷ്ടപ്പെടും. ഫുൾ വെള്ളമുണ്ട്. വെള്ളത്തിന്റെ അവരെ വിളിക്കണ്ട. ജെഫ്രി ഇത് നോക്ക്. എന്തിന്റെ തോല ഇവരൊക്കെ. വേദ സൂക്ഷിച്ച കടിക്കും. അതൊക്കെ
ഫ്രൂട്ട്സും എല്ലാം ജ്യൂസും 5 സ്റ്റാർ വരെ ഉണ്ട്. മറ്റേതൊക്കെ ഉണ്ട്. ഇതിന്റെ അകത്ത് ഉണ്ട്, അപ്പുറത്തുണ്ട്. എല്ലാം ഉണ്ട്. ടീ കോഫി മേക്ക് എല്ലാം ഉണ്ട്. കെറ്റിൽസ് ഫുൾ സെറ്റപ്പ് ആണ്. ഇത് ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ട്രീ ഹൗസ് ആണെന്ന് പറയില്ല. പക്ഷെ വ്യൂയിന്നാണ് മനസ്സിലാവുക. ടോയ്ലറ്റ്സും എല്ലാം സ്പേഷ്യസ് ആട്ടോ. ഒരു ട്രീ ഹൗസ് പോലെയല്ല ഇത്. ഭയങ്കര സംഭവം. ഞാൻ പേടിക്കാൻ വേണ്ടിട്ട്. ജെഫ്രിന് എഴുന്നേക്കുമ്പോ ഇതായിരിക്കും കാണുന്നത്. ഇതിന്റെ അപ്പുറം എന്ത് പറയാനാ? എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. ഇനി നമുക്ക് അന്തു ആൻഡ് മേരി ആൻഡ് റൂം ടൂർ പോവാം. ഹായ്, ഇനി ദിയാസ്, അന്തൂസ് ആൻഡ് മേരി ആൻഡ് റൂം ടൂർ. കാണിക്കന്തു എവിടെ? ആദ്യമേ മിറർ ഇല്ല കേട്ടാ. ബെഡുണ്ട്, ഇത് കുറച്ചും കൂടെ സ്പേഷ്യസ് ആണ് ഈ റൂം കേട്ടാ. ഇതില് ജെഫറിന്റെ ചെറിയ റൂം മതി, ഒരാളല്ലേ ഉള്ളൂ. ഒരാൾക്ക് അത്രയൊക്കെ മതി. പുലി മാറൂ. ഇവിടെ എന്താ ഇത് കണ്ട, എല്ലാം ഒരു വൈൽഡ് ലൈഫ് ടീമൊക്കെയാണ്. നിങ്ങൾക്ക് സ്റ്റീലിന്റെ ഒക്കെ ഫിൽട്ടർ ആണല്ലോ. 2 ജ്യൂസ് 5 സ്റ്റാർ എല്ലാം ഉണ്ട്. ബിങ്കോ തുറന്ന ഓൾറെഡി. ബാത്റൂം എങ്ങനെയുണ്ട് ദിയ? ഗുഡ് ബാത്റൂം. വാവ് വാവ്. ബാബു എങ്ങനെയാ? ബാത്റൂമില് കുളിക്കാൻ പറ്റിയ ബാത്റൂമാണ്. ഹോപ്പ്, ലവ്, പ്രേ 3 അത്യാവശ്യമാണ് ജീവിതത്തില്. പൂവുണ്ട്. ജെഫ്രി ഇവിടെ തല ചെറുതാണല്ലോ. എന്റെ തല ഭയങ്കര അത് ഓരോരുത്തരുടെ തലയുടെ സൈസ് അനുസരിച്ചാ. പക്ഷേ ബാൽക്കണി അത് ജെഫ്രിയുടെ ഒരു രക്ഷയില്ല. പക്ഷെ ഇവിടെ ചിലപ്പോ കാണും. നോക്കട്ടെ. ആ ഭാഗത്തേക്ക് വന്നേക്കരുത്. ഇതൊക്കെ ഡിക്കാത്തലുണ്ട് കേട്ടോ. ഇവിടൊക്കെ ഇരിക്കാൻ സൗകര്യമുണ്ട്. ആൻഡ് ഇവിടെ വാഷ് ബേസിൻ ഒക്കെ ഉണ്ട്. ജെഫ്രിന് അപ്പൊ സ്പെഷ്യൽ റൂം അതാ വലുത്, റൂം ഇതാ വലുത്. പക്ഷെ ജെഫ്രിന്റെ ബാൽക്കണിയാണ് വലുത്. എനിക്ക് ചെറുത് മതിയല്ലോ. അതെ, സിംഗിൾ പേഴ്സൺ. പക്ഷെ അതിന് 2 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം കേട്ടോ. 3 പേർക്ക് 2 adults and 1 kid. കാരണം ബെഡ് വലുതാ. ഞാൻ തന്നെ അവിടെ ഇരിക്കും. ഞങ്ങളൊക്കെ വലുതായിരിക്കും. വ്യത്യാസമുണ്ടോ? ഈ റൂം കുറച്ച് ഈ ഡൈനിങ് ഏരിയ ഒന്നും ഇല്ല അതിന്. അങ്ങനെ അപ്പൊ ഇനി നല്ലതാ. അപ്പൊ ഇനി ഞങ്ങൾ പോയിട്ട് വരാം. നിങ്ങൾ റിലാക്സ് ചെയ്തോ. ഇതിപ്പോ നമ്മുടെ ഫൈനൽ കോട്ടേജ് ഇവിടെ ഞങ്ങളാണ്. അപ്പൊ ഇത് കോട്ടേജിന്റെ ഒരു റൂം ടൂർ അല്ല, ഫുൾ ഒരു ട്രീ ഹൗസ് ടൂർ ആയിട്ട് തന്നെ ചെയ്യാം. ആൻഡ് എന്താ പറയാ, ഇറ്റ് ഈസ് ഔട്ട്സ്റ്റാൻഡിങ്. വേറെ ഒന്നും പറയാൻ വയ്യ. ഇറ്റ്സ് ലൈക്ക് ലിറ്ററലി എ സ്മോൾ സ്ലൈസ് ഓഫ് ഹെവൻ ഓൺ എർത്ത്. അത്രയും ഭംഗിയാണ്. പ്രിയനെ കൊണ്ടുവരാം. അതിന് മുമ്പേ ദേ വേദു ജെഫ്രിനൊന്ന് അധ്വാനിച്ചു കേട്ടാ ഇവിടെ കേറാൻ. പ്രിയ വാ, അത് വെളിയിൽ കാണിക്കാം. വാ. ഹലോ ഹായ്, വെൽക്കം ടു നോഹാസ് നെസ്റ്റ് ട്രീ ഹൗസ് വണ്ടിപ്പെരിയാർ. അതെ, അത് ഞാൻ ആദ്യം കേറി വന്ന് കിതച്ച് ഇവിടെ ഇരുന്ന് കുറച്ചു നേരം. എന്നിട്ടാണ് ദില്ലു കേറി വന്നത്. അപ്പൊ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ട്രീ ഹൗസിൽ താമസിക്കുന്നത്. നല്ല രസമുണ്ട്. ആദ്യം ഇവിടുത്തെ വ്യൂ കാണിച്ചു. പെരിയാർ വ്യൂ സ്റ്റണ്ണിങ്. ഇതാണ് ടോളസ്റ്റ് ട്രീ ഹൗസ് അല്ലേ? ടോളസ്റ്റ് ഇതാ. അവിടെ എന്താ ഇതൊക്കെ എല്ലായിടത്തും ഇങ്ങനെ ഫ്ലവേഴ്സ് ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ജെഫ്രി, ഞങ്ങൾക്കുണ്ട്. നോക്കണേ. ആ വാ വാ വേദു നോക്ക്. ഇവിടെ വേറൊരു എന്താ ലക്ക്, കൊതുകില്ല. ഇല്ല അല്ലേ? ഓ കാപ്പി കുടിക്കാൻ പറ്റും. എന്ത് വേണം ഇതിന്റെ അപ്പുറം. ഇതുണ്ട് ഇങ്ങനത്തെ ഒരു ഡൈനിങ് ഏരിയ. പക്ഷെ ഇവിടെ നിന്നുള്ള വ്യൂ കണ്ട നേരെ പെരിയാറാണ്. ഇതിന്റെ ഒക്കെ ടോപ്പില് കണ്ട ശരിക്കും ഓല വെച്ച് തന്നെയാണ് അവർ നെയ്തിരിക്കുന്നത്. ജെഫ്രിനുണ്ട്. റൂം കാണിക്കാം. ഇത് അവരുടെ മക്കളുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. ആദ്യത്തെ നോവാസ് നെസ്റ്റ്, രണ്ടാമത്തെ അത് നമുക്ക് ലാസ്റ്റ് പറയാം. ഞാൻ കറക്റ്റ് കുറച്ച് കൺഫ്യൂഷനായി. ഹീറ്റർ ഒക്കെ ഉണ്ട്. ഇപ്പഴേ ചൂടുവെള്ളം കിട്ടില്ല എന്നുള്ള ടെൻഷൻ വേണ്ട. വൈഫൈ ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. ഞാൻ കയറി നോക്കി. വെൽക്കം ടു പ്രിയാസ് റൂം ടൂർ. ഇത് ഞങ്ങളുടെ കുട്ടി ട്രീ ഹൗസ് ആണ്. ഇത് കണ്ടോ, വേഗം വന്ന് ഇത് നോക്കി. അടിപൊളിയല്ലേ? മങ്കിയാണ് ലൈറ്റ് നമുക്ക് പിടിച്ചു തരുന്നത്. മങ്കി വേദു മങ്കി. ഗുഡ് വൈബ്സ് ഓൺലി. അത് അത്യാവശ്യമാണ്. ആൻഡ് ഇൻ ടു ദ വൈൽഡ് നേച്ചർ ഇസ് ദി ആർട്ട് ഓഫ് ഗോഡ്. എല്ലാം കറക്റ്റ് ആണ്. കംഫി ആയ ബെഡ് ഉണ്ട്, ഹൈ ക്വാളിറ്റി ലിനൻസ് ഒക്കെയാണ്. വേദു മങ്കിനെ വലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ ടേബിൾ
ടേബിളും ചെയറും ഉണ്ട്, നല്ല വ്യൂ ആണ്. റൂമിന്റെ അകത്ത് തന്നെ. പിന്നെ ഇവിടെ ചെറിയ ഷെൽഫുണ്ട്. ഫ്രിഡ്ജ് അല്ല കേട്ടോ, ഷെൽഫാ. ഞാനും ആദ്യം കണ്ടോ ഫ്രിഡ്ജ്. ഞാനും വിചാരിച്ചില്ല, എനിക്കറിയായിരുന്നു. വേദു ചാടുന്നുണ്ട്. വേദു ജംപ്. മങ്കി ചാടുന്ന പോലെ വേദു ചാടുവാണോ? ഇവിടെ ചെറിയ നോക്കാം. ചെറുതൊന്നല്ല, എല്ലാം ഉണ്ട് എന്റെ അകത്ത്. കട്ട്ലറീസും പ്ലേറ്റ്സും എല്ലാം ഉണ്ട്. ഇത് അത്യാവശ്യമുള്ള സാധനം. നമുക്കപ്പോ എപ്പോഴും വെള്ളം ചോദിക്കണ്ടല്ലോ. വെള്ളം ചൂടാക്കണമെങ്കിൽ ഇവിടെ തന്നെ ചൂടാക്കാം. ഇതും നല്ല രസമുണ്ട്. അറ്റൻഷൻ ടു ഡീറ്റെയിൽ. ആ ഒരു മറ്റേ NCP യൂണിറ്റ് വരെ അവർ ഡെക്കറേറ്റ് ചെയ്തിരിക്കും. ഞാൻ കൊണ്ടുപോകും അപ്പുറത്തേക്ക്. അതെന്തിനാ? 5 സ്റ്റാർ ഉണ്ട്, ഞാൻ എടുത്തോളാം. എനിക്കുണ്ട് കേട്ടോ 5 സ്റ്റാർ. പെയിന്റിംഗ് ഉണ്ട്, എല്ലാം നല്ല രസമായിട്ടുണ്ട്. അത് കാട്ടുപോത്തേ കിട്ടുള്ളൂ. എല്ലാം മറ്റേ നേച്ചർ അല്ലെങ്കിൽ ആനിമൽസ് റിലേറ്റഡ്. പക്ഷെ നമുക്ക് ഇവിടെ ബ്ലൈൻഡ്സ് താക്കേണ്ട ആവശ്യം വരില്ല, കാരണം പ്രൈവസിക്ക് ഒരു ഇഷ്യൂ ഇല്ല. ഇവിടെ എന്തായാലും ആരും എത്തി നോക്കില്ലല്ലോ. പ്രിയക്ക് എല്ലായിടത്തും ടെൻഷനാ ജനൽ തുറന്ന് കിടക്കാൻ. ആരെങ്കിലും എത്തി നോക്കും. ഇവിടെ ആര് വരാം എന്തായാലും പ്രിയ 14th ഫ്ലോർ 15th ഫ്ലോറിലൊക്കെ ഞങ്ങൾ ഹോട്ടലിൽ പോയാലും പ്രിയ പറയും ജനലിൽ മറ്റേ ക്ലാസ്സിൽ ആരെങ്കിലും എത്തി നോക്കുന്നു. ഇതിന് ഇനി പറയും പ്രിയ ചിലപ്പോ ഈ 50 അടി മരത്തിൽ കയറി ആള് നോക്കുന്നു. നോക്കൂ, അത്രേ ഉള്ളൂ. ഓടിക്കോളൂ. ഓ ജെഫ്രി, നമ്മുടെ ബാത്റൂം വുഡൻ ക്യാബിൻ പോലെയാണ് ജെഫ്രി. വലിയ മിറർ ഇല്ല, ചെറിയ മിററുണ്ട്. ഇതൊക്കെ ടോയ്ലറ്റ് പൂൾസ്. ഇഫ് യു ലിഫ്റ്റ് ഇറ്റ് അപ്പ്, പുട്ട് ഇറ്റ് ഡൗൺ, ഇഫ് ഇറ്റ് റൺസ് ഔട്ട് റീപ്ലേസ് ഇറ്റ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ എന്നൊക്കെ പറഞ്ഞ് അടിപൊളി സംഭവമാണ്. ഇതെല്ലാം ഭയങ്കര വൈബുള്ള സ്ഥലമാണ്. ഇനി ഞങ്ങൾ അധികം വീഡിയോ ഇപ്പൊ എടുക്കുന്നില്ല, ഇന്ന് വന്ന ദിവസമല്ലേ ഉള്ളൂ. ലെറ്റ്സ് ജസ്റ്റ് എൻജോയ് ദിസ് പ്രോപ്പർട്ടി. എല്ലാരും കൂടെ ഇരുന്ന് കുറച്ച് കോഫി ടീ ഒക്കെ കുടിക്കാം. ജെഫ്രിക്ക് ഇവിടെ വരാൻ ഭയങ്കര എനർജി എന്താണെന്ന് അറിയോ, ഭയങ്കര ഫുഡാന്ന് അന്തു ജെഫ്രിനോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഫുഡും ഈ ഒരു സ്റ്റേയും എല്ലാം കൂടെ ഞങ്ങൾ 2 ദിവസം എൻജോയ് ചെയ്യുന്നതായിരിക്കും. ഓരോന്നിന്റെ ഓരോ പേരുണ്ട്, അത് നമുക്ക് ചോദിക്കാം. ആദ്യത്തെ നോവാസ് നെസ്റ്റ, ജെഫ്രിന്റെ ക്യാബിന്റെ പേര് നോവാസ് നെസ്റ്റ. ഇത് രണ്ടും ചോദിക്കണം. അല്ലേ? അപ്പൊ നമുക്ക് എൻജോയ് ചെയ്യാലോ, അടിച്ചോളി. AC ഇല്ല ഇവിടെ, പക്ഷെ AC ആവശ്യമില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി വെരി കോൾഡ്. ഓക്കെ, നല്ല അടിപൊളിയാ. മതി, നമുക്ക് എടുത്തോണ്ടിരിക്കണ്ട. ഇനി നമുക്ക് പോയി എൻജോയ് ചെയ്യാം. എല്ലാം കാണിച്ചു. പ്രിയക്ക് എല്ലാം കാണിക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആയി പോയി. എല്ലാവർക്കും ഉണ്ട് കേട്ടാ. അല്ലെങ്കിൽ നമുക്ക് ജെഫ്രി വന്നതിനെ കാണിക്കണ്ട. ഓക്കെ, ബൈ ബൈ. കോഫി കുടിക്കാൻ നമ്മള് പോവാണ്. പക്ഷെ ഇത് ജെഫ്രിന്റെ സ്ഥലമാണ്, നോവാസ് നെസ്റ്റ്. മറ്റു 2 ക്യാബിന്റെ പേര് ഞാൻ പറയാം കേട്ടാ. ഇതുണ്ട്, ജെഫ്രിന്റെ ക്യാബിന്റെ അടിയിൽ ഫുഡ് കഴിക്കാൻ വരെ സ്പെഷ്യൽ സ്ഥലമുണ്ട്. അപ്പോൾ പക്ഷേ ഇത് അതെ അവർ ഇട്ട് കൊടുത്താന്ന് തോന്നുന്നു. ഇത് പക്ഷേ കുറച്ച് അഡ്വഞ്ചറസ് രീതിയിലൊക്കെ ഇറങ്ങണം. അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യട്ടെ, അല്ലെങ്കിൽ ഹിമാലയത്തിൽ വീണ പോലെ ഇവിടെ വീഴും. അതുകൊണ്ട് താഴെ എത്തിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. ഞാൻ സൂം ചെയ്ത് പറ്റുമെങ്കിൽ കാണിക്കാം. വെറുതെ നോക്ക്, കൈ പിടിച്ച്. ഇവരാണ് ട്രക്കിങ്ങിനൊക്കെ നിങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞത്. ജെഫ്രി, മേരിയാൻ ആൻഡ് പ്രിയാണ് നടുക്ക്. പ്രിയക്കാണ് ഏറ്റവും പേടി കേട്ടാ. ഒരാൾ വീണ എല്ലാരും കൂടെ വീഴുവേ. ആർക്കാ പേടി? എന്താ വേദു ഈ അമ്മയും ജെഫ്രി അങ്കിളും മേരിയാൻ ആന്റിയൊക്കെ ഇങ്ങനെ? Just see how beautiful this coffee spot is. ഞാൻ വ്യൂ കാണിച്ചു തരാം. എൻ്റെ ബാക്കിൽ പോയി അവിടെ ഇരുന്ന് കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും വ്യൂ എന്നുള്ള രീതിയിൽ കാണിച്ചു തരാം. നോക്കിക്കോണേ. അന്തും തീയം കാണില്ല നിങ്ങൾ വരുമ്പോൾ. പക്ഷെ ഫിഷിംഗ് ഒക്കെ ഉണ്ട്. അതല്ലാതെ പെരിയാറിന് തീരത്തിരുന്ന് അപ്പുറത്തെ ഫോറസ്റ്റ് ഇവിടെ ഇരുന്ന് കോഫി കുടിക്കാം. എന്ത് ഫീലായിരിക്കും. കയാക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതൊക്കെ നാളെ ചോദിക്കാം എന്തായാലും. എന്ത് രസമോ, മൈ ഗോഡ്. ഹാമക്ക് വരെ ഉണ്ട് കിടന്ന് ആടാൻ. കൊതുകില്ലാത്തോണ്ടേ വൈകുന്നേരം വെളിയിൽ ഇരിക്കാൻ നല്ല സുഖമാണ്. എത്തി പ്രിയൻ ജെഫ്രി മേരിയൊക്കെ കഴിഞ്ഞ ട്രെക്ക് കഴിഞ്ഞെത്തി. കുറച്ചുകൂടെ സ്പീഡിലെത്തായിരുന്നു. ഒരു ബേബി ഊഞ്ഞാലിക്കട നാടുന്നുണ്ട്. അടുത്ത ബേബി ഇത് കണ്ടുവരും. എന്നിട്ട് ചിലപ്പോ ഈ അടിയിന്നൊക്കെ കുത്താൻ തുടങ്ങും. ആ എന്തായാലും പെർഫെക്റ്റ്. എന്തൊരു ഭംഗിയാ നോക്കും. ഇവിടെ വൈകുന്നേരം രാവിലെ ഭയങ്കര മിസ്റ്റായിരിക്കും എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മള് രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ? 5 മണിക്ക് എഴുന്നേക്കണം. എന്ത് ഈവനിങ് 5 മണി നോക്കാം.
50 അടിയാന്ന്. ചാടാൻ പോണം. ആ അതെ, അപ്പുറത്തുണ്ട് ഒരു 2 അടിയുടെ സ്ഥലം, അവിടെ ചാടിയാ മതി. അതെ ഞങ്ങക്ക് പയ്യാട്ടാ. അതെ എന്തെങ്കിലും ജെഫ്രിന് പറ്റിയാൽ ഞങ്ങൾ ഉത്തരവാദിയല്ല, ഞങ്ങൾ ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ എവിഡൻസ് ആണ്. എന്നാലും പറ്റില്ല, ഭയങ്കര പ്രശ്നമായിരിക്കും. മുതലൊക്കെ ഉണ്ട് ഇതിന്റെ അകത്ത് എന്താ ഇത് ക്രാബ് ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഒരു ക്രാബ് അവിടെ ഉണ്ടായി. ക്രാബ് ഉണ്ട്. ക്രാബ് കടിക്കാല്ലേ, നമുക്ക് എടുത്ത് കഴിക്കണം. അതിനാ നല്ല ക്രാബ് ഫ്രൈ ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് പിള്ളേരെന്താ കഴിക്കുന്നത്? അപ്പൊ നമുക്കും കേട്ട് അതാ ഇടാനൊക്കെ അറിയണം ജെഫ്രി. ഓരോ ചൂണ്ട ഉണ്ടോന്ന് വെച്ച് അത് മീൻ വലിക്കുമ്പോ തിരിച്ചു വലിക്കാറില്ല, മീൻ കൊണ്ടുപോകും. അതെ അതെ, ആ ക്രോക്കഡൈൽ ഉണ്ട്, പെരിയാറിൽ ക്രോക്കഡൈൽ ഉണ്ട്. ഇവിടെ കാണില്ലായിരിക്കും, പറയാൻ പറ്റില്ല. അവരിങ്ങനെ കേറി വരുമ്പോ ജെഫ്രിനെ കാണാം. അപ്പൊ തിരിച്ചു പോയിക്കോളൂ. സോറി. ഇപ്പൊ വരും സ്നാക്സ് ഒക്കെ. ഇവിടെ ഇരുന്ന് നമുക്ക് സ്നാക്സ് കഴിക്കാം. സമയമില്ല, ഞാൻ പോവാ. പക്ഷെ കൊതുകില്ലാത്തൊരു അതിശയട്ടെ വെള്ളത്തിന്റെ തീരത്തായിട്ടും. അതെന്താവും അങ്ങനെ? ഞാൻ പറഞ്ഞു തരാം കേട്ടോ. 3 ക്യാബിൻസിനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എനിക്ക് ഈ ഒരു കട്ട ഇംഗ്ലീഷ് പേരൊന്നും ചിലപ്പോൾ കിട്ടാറില്ല, അതുകൊണ്ട് പറയാം. നോവാസ് നെസ്റ്റ് എളുപ്പമാണ്, അല്ലെങ്കിൽ ജെഫ്രിയും പറഞ്ഞോളൂ. രണ്ടാമത്തെ ക്രിസ്കാൽ ക്യാബിൻ എന്നാണ് പേര്. തേർഡ് വൺ ക്രിസ്കാൽ ക്യാബിൻ, നമ്മുടെ കിടിലൻ ലാസ്റ്റത്തെ റൂം എയ്ഡൻസ് അബോർഡ്. അപ്പൊ ഓർത്തിരുന്നാണ് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും. പരീക്ഷയ്ക്ക് എക്സാം അങ്ങനെ 3 കോട്ടേജ്. അപ്പൊ അന്തുവിന്റെ ജെഫ്രിയുടെ എന്റെ 3 വേറെ വേറെ. അപ്പൊ എന്റെ എയ്ഡൻസ് അബോർഡ് ആണ്, അന്തുവിന്റെ ക്രിസ്കാൽ ക്യാബിനും ജെഫ്രിന്റെ ഏറ്റവും എളുപ്പമുള്ള പേര് എന്താ? നോവാസ് നോവാസ് നെസ്റ്റ്. ഈ ഒരു സെറ്റിംഗിലാണ് ജെഫ്രിൻ താഴെയാണ് ഇരിക്കുന്നത് കേട്ടാ. പറ്റിയ ജെഫ്രിൻ അവിടെയാണ് കംഫർട്ടബിൾ. കിഡിലെ ഹോം മെയ്ഡ് സമൂസൊക്കെയാണ്. പ്രിയാണ് സമൂസയുടെ ആള് എനിക്ക് തോന്നി. മേരിയാനോ? ആ അത്രേ. വേദു എന്താ കഴിച്ചോണ്ടിരിക്കുന്നത് ഭയങ്കര ഇൻട്രസ്റ്റില്? ദിയോ? ദിയുടെ കയ്യിലാണ് പൊരിയുടെ പെട്ടി തന്നെ. അവരൊക്കെ ഹെൽത്തി ഈറ്റേഴ്സാ. ജെഫ്രിൻ സമൂസ കഴിച്ചില്ല അല്ലേ? കഴിയാറായി. കഴിഞ്ഞിട്ട് വന്നാ മതിയോ? അന്തുനോ? അന്തു അതെന്താ മിൽക്ക് ഹലുവ. അത് ഭയങ്കര ടേസ്റ്റാ. നമ്മുടെ സ്വന്തം ആൻസിന്റെ ഫുഡ് വേറെ ലെവൽ തന്നെയാണ്. എസ്പെഷ്യലി അവിടെ ഇതും പ്ലം കേക്ക് കഴിച്ചിട്ടുണ്ടോ? എന്തു ഭയങ്കര ടേസ്റ്റ് അവിടുത്തെ പ്ലം കേക്ക്. അടിപൊളിയാണ്. ആ ഇത് ഭയങ്കര എന്തോ വാശി തീർക്കുന്ന പോലെയാണല്ലോ കഴിക്കുന്നത്. ആര്? ഞങ്ങൾ എല്ലാവർക്കും അല്ലെങ്കിൽ വണ്ണം വെച്ചുകൊണ്ടിരിക്കുക, അതിനൊരു കുറവുമില്ല. അപ്പൊ വേദുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ട് ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് പ്രിയം വരുന്നുണ്ട്. ഇവിടുന്ന് ഏറ്റവും അടിവരെ ഞങ്ങൾ പോയില്ലേ ചായ കുടിക്കാം. അവിടെയാണ് ഡിന്നർ. ബാർബക്യൂ ഡിന്നറാണ് പ്ലസ് മട്ടൻ ബിരിയാണി. പക്ഷെ ഇരുട്ടായിരിക്കും, അപ്പൊ എന്തൊക്കെ കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ദിസ് ഇസ് ഓൾസോ ഹിഡൻ ജെം ഇൻ കേരള. അത്ര അടിപൊളി ഹോം സ്റ്റേ ആണ്. ഉച്ചത്തെ സമൂസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാം ഹോം മെയ്ഡ് ആണ്. ട്രീ ഹൗസ് എന്തൊരു ഭംഗിയാന്നുണ്ട് രാത്രി. അബ്സല്യൂട്ട് സൈലൻസ്. അവിടെ ബാബയ്ക്കൊക്കെ കാണും ദൂരെ നിന്ന്. ഇരുട്ടായിരിക്കും, സോറി, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്തായാലും താഴത്തേക്ക് പോവാം. കണ്ടാൻ പറഞ്ഞില്ലേ, രാത്രി ഭയങ്കര ഭംഗിയായിരിക്കും ഇവിടുന്ന് ഇറങ്ങിപ്പോവാം. പക്ഷെ ഇറങ്ങാനും കയറാനും കുറച്ച് പാടാണ്. എനിക്ക് കുഴപ്പമില്ല, പ്രിയക്ക്. അതിപ്പോൾ ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് ഇത് കണക്കാക്കുന്നത്. പക്ഷെ ഇതൊക്കെയാണ് ഈ പ്ലേസിൻ്റെ ചാം. ജെഫ്രി, ഇതേ നമ്മുടെ സാധനമൊക്കെ ഗ്രില്ലാവുന്നുണ്ട് ജെഫ്രി. പക്ഷെ കുറച്ച് ബട്ടർ വേണ്ടെന്ന് പറയണോ? വേണ്ട, എനിക്ക് വേണം, നിങ്ങൾക്ക് വേണ്ട. എനിക്ക് വേണം, എനിക്ക് എന്തായാലും വേണം. നമുക്ക് വേണമെങ്കിൽ അന്തുന് വേണ്ടെന്ന് പറയാം. എന്തായാലും അടിപൊളിയാണ്. നല്ല വെതറുമാണ്. നല്ല വെതറാട്ടോ. ഗ്രിൽസ് കഴിക്കാൻ പറ്റിയ വെതർ അല്ലേ? ഭയങ്കര ഇരുട്ടാണ്, അതുകൊണ്ട് ഒരു ഡാർക്ക് ഫുട്ടേജ് ആണെങ്കിൽ എല്ലാവരും ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ചിക്കൻ മാത്രം എല്ലാവരും കണ്ടാൽ മതി, ഞങ്ങളുടെ ഫേസ് കാണാം. അല്ലെ, നമ്മുടെ ഫേസ് അല്ലെങ്കിൽ എല്ലാ ദിവസവും കാണുന്നതാണ്. ഇനിയിപ്പോ ചിക്കൻ മാത്രം കണ്ടാൽ മതി. ആ ചിക്കൻ വിത്ത് ബട്ടർ. അപ്പോൾ ഇരുട്ടായതുകൊണ്ട് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബാർബക്യൂ അടിപൊളിയായിരുന്നു. അതിൻ്റെ കൂടെ മട്ടൻ ബിരിയാണി. നാളെ ഓഫ് റോഡിങ് ഉണ്ട്, കയാക്കിംഗ് ഉണ്ട്, പെരിയാറിൽ ഇറങ്ങുന്നുണ്ട്. ഒരുപാട് നല്ല കാഴ്ചകളായിട്ട് ഞങ്ങൾ നാളെ വരും. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.